നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്, മുളപ്പിച്ച ചെറുപയർ സാലഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് മുളപ്പിച്ച ചെറുപയറാണ്. ഇത് 1/2 കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്ക് എടുത്ത് അതിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളമൊഴിച്ച് 6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് വെള്ളം ഊറ്റി 12 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം എടുത്തതാണ് ഇത്. വേണമെങ്കിൽ ഈ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ കോട്ടൺ തുണിയിൽ കെട്ടി വെച്ചാൽ കുറച്ചും കൂടെ നന്നായി മുളക്കും. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ എടുക്കുന്ന പച്ചക്കറികൾ, ഇത് കുറച്ച് ബ്രോക്കോളി, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത വെള്ളത്തിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇത് കുറച്ച് മഷ്റൂം, ഇതും അങ്ങനെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത വെള്ളത്തിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുത്തത്. ഇത് കുറച്ച് ഫ്രഷ് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ്, ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം വലിപ്പമുള്ള സവാളേന്റെ പകുതി എടുത്ത് വളരെ ചെറുതായി മുറിച്ചത്, ഒരു പകുതി ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, പകുതി കുക്കുംബർ ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കൂടാതെ ഉപ്പ്, കുരുമുളക്, കുറച്ച് ചെറുനാരങ്ങ നീരും ഒലിവ് ഓയിലും കൂടി വേണം. ഇനി ഈ മുളപ്പിച്ച ചെറുപയർ പകുതി വേവില് വേവിച്ചെടുക്കണം. അതിന് ഇവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പൊ തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിടാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് തിളപ്പിച്ച് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വേവിക്കാതെ കഴിക്കുമ്പോൾ ചിലവർക്ക് അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെക്കാണ്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബ്രോക്കോളിയും മഷ്റൂമും പകുതി വേവില് വേവിച്ചെടുക്കണം. അതിന് അടുപ്പത്ത് ഞാൻ നേരത്തെ വെള്ളം മാറ്റി വേറെ വെള്ളം വെച്ചിട്ടുണ്ട്, അതേ വെള്ളത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഈ ബ്രോക്കോളി ഇതിലേക്കിടാം. ഇതിന്റെ കൂടെ തന്നെ മഷ്റൂമും ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോ ഇത് വേവിക്കാൻ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ വെള്ളത്തിലേക്ക് ഇത് നേരത്തെ എടുത്ത് വെച്ച സ്വീറ്റ് കോൺ ഇതിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. സ്വീറ്റ് കോൺ വേവിക്കാൻ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഈ ബ്രോക്കോളിയും മഷ്റൂമും ക്യാപ്സിക്കും കൂടെ കുറച്ച് ഒലിവ് ഓയിൽ ചെറുതായി ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഈ പകുതി വേവിച്ച് വെച്ച ബ്രോക്കോളിയും മഷ്റൂമും ഇടാം. എണ്ണ ചൂടാതൊന്നും വേണ്ട, എണ്ണ ഒഴിച്ച ഉടനെ തന്നെ ഇടാം. അതിന്റെ കൂടെ തന്നെ എടുത്ത് വെച്ച ക്യാപ്സിക്കും ചേർക്കാം. ഇത് ഒരു കുറച്ച് സെക്കൻഡ്സ് ഇളക്കി കൊടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതി, അധികം ഫ്രൈ ഒന്നും ആവണ്ട. ഇതിങ്ങനെ ചൂടാക്കാതെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ കുറച്ച് ടേസ്റ്റിയും കൂടി ആയിരിക്കും. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിന്റെ ചൂടിന് മല്ലിയില ചെറുതായി ഒന്ന് വാടും, അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിനി കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ പയർ ഉള്ള ബൗളിലേക്ക് ഈ ചൂടാക്കി വെച്ച ബ്രോക്കോളിയും മഷ്റൂമും കൂടെ ചേർക്കാം. വേവിച്ച് വെച്ച സ്വീറ്റ് കോൺ ചേർക്കാം. ഞാനിപ്പോ എൻ്റെ അടുത്തുള്ള പച്ചക്കറി എല്ലാം കൂടി ചേർക്കുന്നത്.
ഇതിലേതെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ഉള്ള പച്ചക്കറി വെച്ച് ചെയ്യാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം, ഉള്ളി, കുക്കുംബർ, തക്കാളി എല്ലാം കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ കുക്കുംബറിനും ക്യാരറ്റിനും തക്കാളിക്കൊക്കെ വേണ്ടത്. ചെറുപയറും ബ്രോക്കോളിയും മഷ്റൂം എല്ലാം വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഈ കുക്കുംബറിനും തക്കാളിക്കും ഒക്കെ വേണ്ടത് ഉപ്പ് മാത്രം കുറച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. സാലഡ് ലീഫോ പാർസൽ ലീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ സാലഡ് റെഡിയാണ്. ഇതിനി വേറൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഹെൽത്തി സാലഡാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ്